ആറാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ വർഷം IPL-ൽ ഡൽഹി ക്യാപിറ്റൽസ് ഫിനിഷ് ചെയ്തത്. ആദ്യ 5 മത്സരങ്ങളിൽ 4 എണ്ണത്തിൽ തോറ്റു. ഒടുവിൽ 7 വിജയങ്ങളും 7 തോൽവികളുമായി ഫിനിഷിംഗ്. തുടർച്ചയായ 3-ാം സീസണിലും പ്ലേ ഓഫിൽ ഇടം നേടാനായില്ല. ഇതാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ IPL ചിത്രം. ഇത്തവണ അടിമുടി മാറിയാണ് ടീം എത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഋഷഭ് പന്താണ് നയിച്ചിരുന്നതെങ്കിൽ ഇക്കുറി ക്യാപ്റ്റൻ സ്ഥാനം അക്സർ പട്ടേലിനാണ് നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മെഗാ താരലേലത്തിൽ ഡൽഹിയിൽ നിന്നും പന്തിനെ മാറ്റിയിരുന്നു. പകരം KL രാഹുലിനെയും അക്സറിനെയും എടുത്തു. ക്യാപ്റ്റനാകാനില്ലെന്ന് രാഹുൽ അറിയിച്ചതോടെ ആ നറുക്ക് വീണത് അക്സറിനും. KL രാഹുലും ഡുപ്ലിസീസും ഹാരി ബ്രൂക്ക് അടങ്ങുന്ന ബാറ്റിംഗ് നിരയാണ് ഡൽഹിക്ക് ഇക്കുറിയുള്ളത്. ഡുപ്ലിസിയും രാഹുലും ബ്രൂക്കും ഈ 3 പേരിൽ ആരെങ്കിലും ചേർന്നായിരിക്കും ഓപ്പണിംഗിൽ ഇറങ്ങുന്നത്. സാധ്യതയേറെയുള്ളത് ബ്രൂക്കിനും ഡുപ്ലിസിക്കുമാണ്. അങ്ങനെയെങ്കിൽ 1 ഡൗൺ ആയിട്ടായിരിക്കും രാഹുൽ ഇറങ്ങുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് രാഹുലായിരുന്നു. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് താരം. അക്സർ പട്ടേൽ അടങ്ങുന്ന മധ്യനിര ഒരുപിടി പുതിയ ബാറ്റിംഗ് നിരയുമായാണ് ഡൽഹി ഇറങ്ങുന്നത്. അശുതോഷ് ശർമ്മ, അജയ് മണ്ഡൽ, മാധവ് തിവാരി അങ്ങനെ തിളങ്ങുന്ന മധ്യനിര. കഴിഞ്ഞ സീസണിലെ അക്സർ, കുൽദീപ് യാദവ്, ട്രിസ്റ്റൻ സ്റ്റബ്സ്, അഭിഷേക് പോറൽ എന്നിവരെ നിലനിർത്തി. മുകേഷ് കുമാർ കഴിഞ്ഞ വർഷം ഡൽഹിയിലുണ്ടായിരുന്നു. കരുൺ നായരും മുമ്പ് ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ DC-യുടെ ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റിനെ കുറിച്ച് ആശങ്കകളുണ്ടായിരുന്നു. ഇത്തവണ അത് പരിഹരിച്ചു. മിച്ചൽ സ്റ്റാർക്ക്, T നടരാജൻ, മുകേഷ്, രോഹിത് ശർമ്മ എന്നിവരെ കൊണ്ടുവന്നു. അവരുടെ മറ്റൊരു വലിയ കരാർ രാഹുലായിരുന്നു. അദ്ദേഹത്തെ 14 കോടി രൂപയ്ക്ക് അവർ സ്വന്തമാക്കി. DC-യുടെ സ്പിൻ ബോളിംഗ് യൂണിറ്റിനെ കുൽദീപും അക്സറും നയിക്കും. റിക്കി പോണ്ടിങ്ങിന് പകരം ബദാനിയെ ഹെഡ് കോച്ചാക്കി. മുൻ ഇന്ത്യൻ ബാറ്റ്സ്മാൻ വേണുഗോപാൽ റാവുവാണ് പുതിയ ക്രിക്കറ്റ് ഡയറക്ടർ. കെവിൻ പീറ്റേഴ്സിനെ മെന്ററായും മാത്യു മോണിനെ അസിസ്റ്റന്റ് കോച്ചായും മുനാഫ് പട്ടേലിനെ ബോളിംഗ് കോച്ചായും നിയമിച്ചു.